നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബഹ്റൈൻ തൊഴിൽ മന്ത്രി ഇബ്രാഹിം ബിൻ ഹസൻ അൽ ഹവാജ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ 2030 അനുസൃതമായി ദേശീയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. പൌരന്മാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുന്നതിന് മികച്ച അന്താരാഷ്ട്ര രീതികൾ സ്വീകരിക്കുന്നത് തുടരാനുള്ള മന്ത്രാലയത്തിന്റെ താൽപര്യമാണ് PMIയുമായുള്ള പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. വാട്സാപ്പ് വഴിയുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ബഹ്റൈൻ പോലീസ്. പരിചയക്കാരോ പ്രിയപ്പെട്ടവരോ ആയി ആൾമാറാട്ടം നടത്തി വാട്സാപ്പ് വഴി വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന കേസുകൾ ബഹ്റൈനിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഇത്തരം സന്ദേശങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പ്രതികരിക്കാവൂവെന്നും പോലീസ് നിർദ്ദേശിച്ചു. പരിചയമില്ലാത്ത നമ്പറുകളോടോ സന്ദേശങ്ങളോടോ പ്രതികരിക്കരുത്. പണം നഷ്ടപ്പെടുന്നവർ ഉടൻ തന്നെ ബാങ്കിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. തട്ടിപ്പിൽ ഇരയായാൽ സൈബർ ക്രൈം ഹോട്ട്ലൈൻ നമ്പറായ 992-ൽ വിളിച്ചുടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജവും ഇന്ത്യയിലെ പ്രമുഖ പ്രസാധക സ്ഥാപനമായ DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 9ാമത് BKSDC അന്താരാഷ്ട്ര പുസ്തകോത്സവവും സാംസ്കാരിക കാർണിവലും ബഹ്റൈൻ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് K. ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം 7 മണിക്ക് ഏഷ്യൻ സ്കൂളിലെ 80-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത സംഗീത ബാൻഡിന്റെ ഊർജ്ജസ്വലമായ പ്രകടനത്തോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. BKS സംഘടിപ്പിച്ച പുസ്തകോത്സവവും ഫോട്ടോഗ്രാഫി പ്രദർശനവും ഇന്ത്യൻ അംബാസഡർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ അംബാസഡർ മുഖ്യ അതിഥിയായും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. BKS ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതവും BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷ പ്രസംഗവും നടത്തി. ഭദ്രദീപം കൊളുത്തി ഇന്ത്യൻ അംബാസഡർ സദസ്സിനെ അഭിസംബോധന ചെയ്തു. ബഹ്റൈനിലെ സാഹിത്യ സമൂഹവുമായി തന്റെ ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് പ്രഭാവർമ്മയും സദസ്സുമായി സംവദിച്ചു. BKS സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു. BKSDC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെയും സാംസ്കാരിക കാർണിവലിന്റെയും ജനറൽ കൺവീനർ ആഷ്ലി കുര്യൻ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ DC ബുക്സ് ഇന്റർനാഷണൽ ഡയറക്ടർ സിദ്ധാർത്ഥ് രവി പങ്കെടുത്തു. തുടർന്ന് പ്രഭാവർമ്മയുമായുള്ള സംവേദനാത്മക സെഷൻ നടന്നു. ഡിസംബർ 14 വരെ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11 മണി വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ പ്രത്യേകം തയ്യാറാക്കിയ കുട്ടികളുടെ വിഭാഗം ഉൾപ്പെടെ 100,000-ഓളം പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗസലുകൾ, നൃത്തനാടകങ്ങൾ, മ്യൂസിക് ബാൻഡ് ഷോകൾ, ഇന്ത്യൻ സാംസ്കാരിക കലാരൂപങ്ങൾ, സംഗീത സായാഹ്നങ്ങൾ, സ്പോർട് ക്വിസുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 അരങ്ങേറുന്നു. എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം പുസ്തക പ്രകാശനങ്ങളും അതിഥി എഴുത്തുകാരുമായുള്ള സംവേദനാത്മക സെഷനുകളും ഉണ്ടായിരിക്കുന്നതാണ്. പുസ്തകോത്സവവും സാംസ്കാരിക കാർണിവലും പ്രദർശനങ്ങളും രാവിലെ 9:30 മുതൽ രാത്രി 11 വരെയാണ് നടക്കുന്നത്. ICF ബഹ്റൈൻ ഉംറ സർവീസിന് കീഴിൽ സൗജന്യ ഉംറ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സാധാരണക്കാർക്ക് സമ്പൂർണ്ണമായ വിധത്തിൽ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന ക്ലാസിന് ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. പ്രവാസി മലയാളികൾക്ക് ചുരുങ്ങിയ ചെലവിൽ തൃപ്തികരമായി ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് എല്ലാ മാസവും ICF അവസരമൊരുക്കുന്നുണ്ട്. ഡിസംബർ മാസത്തെ ഉംറ സംഘങ്ങൾ 11, 15, 25 തീയതികളിലായി ബഷീർ ഹിഷാമി ക്ലാരി, ഷമീർ സഖാഫി എന്നിവരുടെ നേതൃത്വത്തിൽ യാത്ര പുറപ്പെടും. ICF ഉംറ സെൽ അംഗങ്ങളായ മുസ്തഫ ഹാജി കണ്ണപുരം, നൌഫൽ മയ്യേരി, ഷംസുദ്ദീൻ പൂക്കയിൽ, ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. അടുത്ത വർഷം ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ ഉംറ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നും വിശദവിവരങ്ങൾക്ക് 333723338 എന്ന നമ്പറിലോ 33892169 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. KMCC ബഹ്റൈൻ സ്റ്റുഡൻസ് വിംഗ് സംഘടിപ്പിച്ച ചതുർദിന കലോത്സവം മഹർജാൻ 2K25നോടനുബന്ധിച്ച് ചുവട് സുവനീർ പ്രകാശനം ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ മുൻ കലാതിലകം മീനാക്ഷി പ്രമോദ്, വാദിമ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ജുനൈദ് കല്ലംകുളത്തിന് സുവനീർ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച ചടങ്ങിൽ KMCC സംസ്ഥാന ഭാരവാഹികളായ AP ഫൈസൽ, N അബ്ദുൽ അസീസ്, ഫൈസൽ കോട്ടപ്പള്ളി, സ്റ്റുഡൻസ് വിംഗ് ചെയർമാൻ സഹീർ കട്ടാമ്പള്ളി, കൺവീനർ ഷറഫുദ്ദീൻ മാരായമംഗലം, മഹർജാൻ 2K25 വർക്കിംഗ് ചെയർമാൻ മുനീർ ഒഞ്ചിയം, വർക്കിംഗ് കൺവീനർ KR ഷിഹാബ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PK ഇസ്ഹാഖ്, കൺവീനർ സുഹൈൽ മേലടി എന്നിവർ പങ്കെടുത്തു. ചുവട് സുവനീർ എഡിറ്റർ റഫീഖ് തോട്ടക്കര, കൺവീനർ റഷീദ് ആറ്റൂർ, എഡിറ്റോറിയൽ അംഗങ്ങളായ സാബിർ ഒമാനൂർ, ഷഫീഖ് അലി പണ്ടികശാല തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന 9ാമത് BKSDC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സമാജം ചിത്രകലാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാസ് പെയിന്റിംഗ് സംഘടിപ്പിച്ചു. പുസ്തകങ്ങൾ നമ്മളെ ഒന്നിപ്പിക്കുന്നു എന്ന ആശയത്തിൽ ബഹ്റൈനിലെ 50ഓളം ചിത്രകാരന്മാരും ചിത്രകാരികളും കുട്ടികളും ചേർന്നാണ് മാസ് പെയിന്റിംഗ് ഒരുക്കിയത്. ബഹ്റൈൻ കേരളീയ സമാജം മൈതാനത്ത് നടന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പെയിന്റിംഗ് ഉദ്ഘാടനം ചെയ്തു. സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം, കൺവീനർമാരായ ഹരീഷ് മേനോൻ, ജയരാജ് ശിവ, ചിത്രകലാ ക്ലബ് ജോയിന്റ് കൺവീനർ റാണി രഞ്ജിത്ത്, ഭരണസമിതി അംഗങ്ങൾ, ചിത്രകാരന്മാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ മുജമ്മ ഉൽ ഇസ്ലാമിയയുടെ പ്രവർത്തനങ്ങൾക്കായി ബഹ്റൈൻ കമ്മിറ്റി രൂപവത്കരിച്ചു. സയ്യിദ് ത്വയ്യിബുൽ ബുഖാരി മാട്ടൂൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്ഥാപനങ്ങളിന് കീഴിലായി 300-ലേറെ വിദ്യാർത്ഥികൾ ദർസ്, ദഅവ, അഗതി അനാഥ മന്ദിരം, ഫിസുൽ ഖുർആൻ തുടങ്ങി വിഭിന്ന തലങ്ങളിൽ സൗജന്യമായി മതഭൗതിക വിജ്ഞാനം നേടുന്നതിനോടൊപ്പം 1500-ലേറെ വിദ്യാർത്ഥികൾ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠനം നടത്തുന്നു. ഇസാ ടൗൺ സുന്നി സെന്ററിൽ ഉസ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കമ്മിറ്റി രൂപവത്കരണത്തിന് മുജമ്മ ദവ കോളേജ് പ്രിൻസിപ്പൽ സ്വാദിഖ് അഹ്സനി നേതൃത്വം നൽകി. ഭാരവാഹികളായി ഹാഫിൽ അസ്ഗർ ബുഖാരി തങ്ങൾ, സഖാഫി കൂനിയ പ്രസിഡന്റ് അബ്ദുൾ സമദ് കാക്കടവ്, ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാജി കണ്ണപുരം, ഫൈനാൻസ് സെക്രട്ടറി ഉസ്മാൻ സഖാഫി ഇരിങ്ങൽ, മുസ്തഫ ഹാജി കണ്ണപുരം, സിയാദ് വളപട്ടണം, വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരെയും തെരഞ്ഞെടുത്തു. അബ്ദുൾ സമദ് കാക്കടവ് നന്ദി രേഖപ്പെടുത്തി. OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ നടന്നുവരുന്ന കോഴിക്കോട് ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ, GCC, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, US, കാനഡ, UK, അയർലൻഡ്, ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ബോണിസ് ക്ലാസ് റൂം ഡയറക്ടറായ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും ഇന്റർനാഷണൽ ക്വിസ് മാസ്റ്ററുമായ ബോണി ജോസഫ് ക്വിസ് മാസ്റ്ററായി പ്രവർത്തിച്ചു. മത്സരത്തിൽ ഏഷ്യൻ സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ വിഹാൻ വികാസ് 1ാം സ്ഥാനവും ഏഷ്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അബൂബക്കർ മഫാസ് 2ാം സ്ഥാനവും ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിലെ 10ാം തരം വിദ്യാർത്ഥി ത്രിദേവ് കരുൺ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്വിസ് കോമ്പറ്റീഷൻ നിയന്ത്രിച്ച ഇന്റർനാഷണൽ ക്വിസ് മാസ്റ്റർ ബോണി ജോസഫ്, സോണി KC, രജിത TK എന്നിവർക്ക് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഉപഹാരം കൈമാറി. അനു B കുറുപ്പ് പരിപാടി നിയന്ത്രിച്ചു. ശ്രീജിത്ത് പനായി സ്വാഗതം ആശംസിച്ചു. OICC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, ദേശീയ കമ്മിറ്റി നേതാക്കളായ ബോബി പാറയിൽ, മനു മാത്യു, ഷമീം KC, രഞ്ജൻ കച്ചേരി, റീജിത്ത് മൊട്ടപ്പാറ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നും സംസാരിച്ചു. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രോഗ്രാം കൺവീനർ വിൻസൻ കക്കയം, ജനറൽ കൺവീനർ പ്രവിൽ ദാസ് PV എന്നിവർ പരിപാടിയുടെ വിജയത്തിന് നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, വിവിധ കൺവീനർമാർ എന്നിവർ പരിപാടിയുടെ വിജയത്തിനായും പ്രവർത്തിച്ചു. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ ക്വിസ് പ്രോഗ്രാം സന്ദർശിച്ചു. പരിപാടിക്ക് പ്രവിൽ ദാസ് PV നന്ദി രേഖപ്പെടുത്തി. വീണ്ടും ഒരു ഇടവേള.
മറ്റു വാർത്തകളിലേക്ക്. മാധ്യമപ്രവർത്തകരോടുള്ള കടക്കുപുറത്ത് പ്രയോഗത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർ വിളിച്ചയിടത്ത് മാത്രം പോവുക, വിളിക്കാത്തയിടത്ത് വന്നപ്പോഴാണ് പുറത്തു പോകുക എന്ന് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപിമാരുടെ പ്രകടനത്തിൽ സംവാദത്തിനുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വെല്ലുവിളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തു. സംവാദത്തിന് തയ്യാറെന്നും സമയവും സ്ഥലവും തീരുമാനിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. UDF എംപിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെ സംവാദത്തിന് KC വേണുഗോപാൽ വെല്ലുവിളിച്ചിരുന്നു. കേരളത്തെ നടുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി നാളെ. ദിലീപ് അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകും. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിജീവിത. കേസ് പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ഒടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക. കേസിലാകെ 10 പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് 8ാം പ്രതി ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1ാം പ്രതി പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. നിയമ പോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക പറയുന്നു. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ് VP, സലിം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ടവർ. 261 സാക്ഷികൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ. ആകെ 1700 രേഖകൾ. 142 തൊണ്ടിമുതലുകൾ. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം. വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ. മേജർ ലീഗ് സോക്കർ കിരീടം സ്വന്തമാക്കി ഇന്റർ മിയാമി. ജർമ്മൻ സ്ട്രൈക്കർ തോമസ് മുള്ളറുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കനേഡിയൻ ടീമായ വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെതിരെ 3-1 ഇന്റർ മിയാമിയുടെ വിജയം. ഈ കപ്പ് നേടിയതോടെ മെസ്സിയുടെ 48ാം കിരീട നേട്ടമെന്ന ചരിത്രമാണ് പിറന്നത്. ടൂർണമെന്റിൽ 29 ഗോളുകളുമായി മെസ്സി ടോപ്പ് സ്കോററായി. 48 കരിയർ ട്രോഫികൾ നേടിയ 38-കാരനായ ലയണൽ മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന ഖ്യാതി കൂടി സ്വന്തമാക്കുകയാണ്. അർജന്റീന ദേശീയ ടീമിനൊപ്പം മെസ്സി 6 ട്രോഫികൾ സ്വന്തമാക്കിയപ്പോൾ കുഞ്ഞുനാൾ മുതൽ ദീർഘകാലം കളിച്ച ബാഴ്സലോണയ്ക്കൊപ്പം 35 കിരീടങ്ങളാണ് ഉയർത്തിയത്. ബാഴ്സ വിട്ടതിനു ശേഷം പാരീസ് സെന്റ് ജെർമൻ ക്ലബിനൊപ്പം ഫ്രാൻസിൽ 3 ട്രോഫികൾ അടക്കമാണ് 48 എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത്. ഇന്റർ മിയാമിക്കൊപ്പം ഇതുവരെ 4 ട്രോഫികളാണ് നേടിയിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.